കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയാലോ? ഇതേപോലത്തെ പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതുപോലത്തെ നല്ല കളറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്ക് തന്നെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 3/4 കപ്പ് പഞ്ചസാര വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഉരുക്കി വരട്ടെ. അപ്പോൾ അരികൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. കളർ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൗ മെല്ലെ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെക്കാം. ഒരു മീഡിയം ലെവലാക്കിയിട്ട് നമുക്ക് കൈ വിടാതെ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പഞ്ചസാര അടി പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മെല്ലെ മെല്ലെ ഉരുകി ഉരുകി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റിൽ പഞ്ചസാര ഇങ്ങനെ കട്ട പിടിച്ചിരുന്നാലും നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി ആകുമ്പോൾ ഇത് ഉരുകി നമുക്ക് ഇങ്ങനെ ഉരുകി നല്ലതുപോലെ അങ്ങോട്ട് യോജിച്ച് ഇങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഏകദേശമൊക്കെ നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട്. ഇനി ഒരു ബ്രൗൺ കളറാവട്ടെ. നല്ലതുപോലെ ഉരുകി ഈ കളറാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ സിറപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം, ഒരു ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലതുപോലെ ഈ വെള്ളവും ഈ പഞ്ചസാര സിറപ്പും കൂടി നല്ലതുപോലെ ഒന്ന് യോജിക്കട്ടെ. ഇനി ഇതൊന്ന് കുറച്ച് വറ്റി കുറുകി വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ഇതൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഭാഗം പാനിൽ തന്നെ ഇരുന്നോട്ടെ. ഇതിലേക്ക് കുരുവൊന്നും ഇല്ലാത്ത, വെള്ളമൊന്നും ചേർക്കാത്ത ഓറഞ്ച് നീരെടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ നമ്മുടെ പാനിൽ വെച്ചതിലുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ജാമൊക്കെ ഒന്ന് ഉടയണ പോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് തിളച്ചൊക്കെ അങ്ങോട്ട് വരട്ടെ കേട്ടോ. അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്നാൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് നേരത്തിന് ശേഷം അത് തിളച്ച് റെഡി ആകുമ്പോൾ നമുക്ക് അങ്ങനെ തിളച്ച് ഇങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉണക്കമുന്തിരി. അപ്പോൾ കറുപ്പ് മുന്തിരിയും പിന്നെ വെള്ള മുന്തിരിയാണ് കേട്ടോ. അര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെറി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ വെള്ള മുന്തിരിനെ ഒഴിവാക്കിയിട്ട് ചെറി ഉണ്ടല്ലോ, അത് അര കപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി അത് ഒരു അര കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് നമ്മുടെ ഈത്തപ്പഴം ചെറുതായി നുറുക്കിയത് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ മേൽഭാഗം, അതൊന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് എടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഞാൻ കാണിക്കാൻ മറന്നതാണ് കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ അണ്ടിപ്പരിപ്പ്, ഇതിലേക്ക് ബദാമും കൂടി മുറിച്ചിട്ട് കൊടുക്കുക. അത് രണ്ടും കൂടിയായിട്ട് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുത്തിക്കണം, അതുകൊണ്ട് അര കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വറ്റി കുറുകി റെഡിയായി ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങോട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കൂടി, കുറച്ച് വെള്ളം കൂടി ഉണ്ടാകും കൂടി ഇതിലേക്ക് വറ്റി യോജിച്ചിട്ട് വരട്ടെ കേട്ടോ. അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നല്ല സാവധാനം ഒന്ന് മൈദയും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ചിരിക്കണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇനിയൊരു വേറൊരു പാത്രത്തിലേക്ക് മൈദ, അത് ചെല്ലടയിൽ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എന്താണ് കരയാമ്പൂ, ജാതിക്കക്കുരു, കറുകപ്പട്ട ഇതും കൂടി പൊടിച്ചതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒരു 2 തവണ ചെലിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു തവണ കാണിക്കണമുള്ളൂ, നിങ്ങൾ 2 തവണ ഒന്ന് ചെലിച്ചെടുത്താൽ എല്ലാം നല്ലതുപോലെ റെഡിയായി വരും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഒരു വെള്ളം നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് 3 കോഴിമുട്ട ഉടച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ വെള്ളം നനവേ പാടില്ല കേട്ടോ. അഥവാ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ച് റെഡിയാക്കി എടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പഞ്ചസാര അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 3ഉം കൂടി നല്ല യോജിക്കുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് പതപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് മെല്ലെ സാവധാനം ഇതിലേക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒക്കെ റെഡിയായി വരും, ഒരു ബേജാറും വേണ്ട കേട്ടോ. ഞാൻ അപ്പോൾ അതൊക്കെ ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ നട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ കാരമൽ സിറപ്പിൽ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മെല്ലെ യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഈ എന്താണ് ഇത് രണ്ടും ഒന്ന് യോജിക്കുന്ന വരെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി മെല്ലെ സാവധാനം സമയം എടുത്തിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ലതുപോലെ മെല്ലെ ഇങ്ങോട്ട് ഇളക്കാം കേട്ടോ. സാവധാനം ഇളക്കി റെഡിയാക്കിയാൽ മതിയാവും കേട്ടോ. ഒരുപാട് ധൃതി പിടിച്ചിട്ട് കാട്ടേണ്ട ഒരു ആവശ്യമില്ല, മെല്ലെ സാവധാനം ചെയ്താൽ മതിയാവും. ഇപ്പം ഏകദേശം ഇങ്ങനെ യോജിച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടി ഇതേപോലെ ഒന്ന് മെല്ലെ സാവധാനം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എന്താണ് ഇളക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെ റെഡിയായി വരുന്നുണ്ട്. സാവധാനം ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അവിടെ ചെലിച്ച് മാറ്റി വെച്ച പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മെല്ലെ പൊടി ഇട്ട് കൊടുത്താൽ ഇതേപോലെ മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ധൃതിയൊന്നും വേണ്ട, സാവധാനം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുക്കറിലാണ് ഈ കേക്ക് വെക്കണമെങ്കിൽ 1 മണിക്കൂർ എടുത്ത് വെക്കുക. 1 മണിക്കൂർ മതി ബേക്ക് ചെയ്ത് എടുക്കാൻ കേട്ടോ. ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് നമുക്കൊരു
ഒരു അടിയിലൊരു തവ വെച്ച് അതിൻ്റെ മേലെ കുക്കർ വെച്ച് ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഈ ബാറ്റർ നമ്മൾ ഒരു ടിന്നിൽ ഒഴിച്ചിട്ടുണ്ടാവുമല്ലോ അത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് 1 മണിക്കൂർ മീഡിയം ലെവലിൽ തീ ആക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇല്ല എന്താണ് നമ്മുടെ ഓവനിലാണെങ്കിൽ 1 മണിക്കൂർ 160 ഡിഗ്രി ചൂടിൽ ഒരു മണിക്കൂർ റെഡി സെറ്റാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പൊടികളും ഇട്ടിട്ട് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഞാനൊരു ടിന്നിൽ കുറച്ച് എണ്ണയൊക്കെ തടവി, കേക്ക് ടിന്നിൽ എണ്ണയൊക്കെ തടവി, അത് സൺഫ്ലവർ ഓയിലൊക്കെ തടവിയിട്ട് നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. നേരത്തെ തന്നെ ടിന്നിൽ അങ്ങനെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബാറ്റർ റെഡി ആയപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് അലങ്കാരപ്പണികളും കൂടി ആവട്ടെ. അപ്പോൾ കറുപ്പ് മുന്തിരിയും വെള്ള മുന്തിരിയും ഒക്കെ ഇങ്ങനെ ആക്കിക്കണം. അപ്പോൾ ചെറിയ കൂടി ഉണ്ട് പറിച്ചാൽ അതിനും കാട്ടി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. ഇപ്പം തന്നെ കേക്കിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്തൊക്കെ റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് അടിപൊളി മണമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓവനിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതങ്ങോട്ട് റെഡി ആവട്ടെ. 1 മണിക്കൂർ വെന്തൊക്കെ അങ്ങനെ വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ മുറിക്കണത്. ആ ദിവസം തന്നെ മുറിച്ച ഒരു പിറ്റേ ദിവസം ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കളറും എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ മുറിച്ചത്. അടിപൊളി കേക്കാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി കേക്ക് ആയതുകൊണ്ടും നല്ല പ്ലം കേക്കും കൂടിയല്ലേ, നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോണത്.